നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തുകളിലേക്ക് ഇരച്ചുകയറി. തുടർന്ന് ടോൾ പ്ലാസയുടെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിട്ടു. ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ്, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ വൈജു, ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾ അധികാരത്തിൽ വന്ന 10 വർഷം കഴിഞ്ഞു. ഹലോ മിസ്റ്റർ സുരേഷ് ഗോപി, BJP ഈ ടോൾ പിരിവിന്റെ പങ്കുപറ്റുകാരായി നിങ്ങൾ മാറിയല്ലേ? ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ
പങ്കുപറ്റാതാരായി ഈ ജില്ലയിലെ BJP ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മറ്റൊരു MP ഉണ്ട് തൊട്ടപ്പുറത്ത്, ബെന്നി ബെഹനാൻ MP. പാർലമെന്റിൽ പോയി കിടന്നുറങ്ങലാണ് പണി. ഇന്നുവരെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്തൊരു MP. ആ MPയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഇവിടെ ഈ മുരിങ്ങൂരിൽ മണിക്കൂർ കണക്കിന് സമയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ ദേശീയപാതയിലൂടെ ദുരിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ ഉറക്കമുണർന്ന് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഈ നാടിനകത്തെ ചെറുപ്പക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് മാർച്ചുമായി കടന്നുവരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ന് ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്ന് ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 1-2 ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മഹാപ്രസ്ഥാനത്തിന് ജില്ലയിൽ 5 ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പ് ഉണ്ട്. ഞങ്ങളൊന്ന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയുടെ ഒരു ഇഷ്ടികയും ഒരു ചുമരും ഈ നാടിനകത്ത് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് DYFI. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് ഈ കേന്ദ്രത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് സമരം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. അതായത് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പാലിയക്കരയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ ചുങ്കപ്പുരകൾ കെട്ടിയുയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ പാലിയക്കര ടോൾ പ്ലാസയിൽ DYFI സമരം ചെയ്യുന്നത് ടോള് പിരിക്കുമ്പോഴും ഇവിടെ അന്യായമായ ബ്ലോക്കാണ്. എറണാകുളത്ത് നിന്ന് ഈ വഴി സഞ്ചരിക്കുന്ന ആളുകൾ നിരവധിയായ ബ്ലോക്കുകളിൽ പെടുകയാണ്. പേരാമ്പ്രയിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. അപ്പോളോ ടയേഴ്സിന് മുൻപിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. മണ്ണുത്തിയിലേക്ക് പോകുന്ന ഓർഡിനറി ബസിന് പുറകിൽ സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേർ അറസ്റ്റിൽ. എറിയാട് സുനാമി ഇന്നതി സ്വദേശി വളവത്ത് വീട്ടിൽ 34 വയസ്സുള്ള സന്ദീപ്, എറിയാട് ബ്ലോക്ക് സ്വദേശി പുന്നിലത്ത് വീട്ടിൽ 44 വയസ്സുള്ള മുഹമ്മദ് റാഫി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 11-നായിരുന്നു സംഭവം. എറിയാട് കള്ളുഷാപ്പിൽ എറിയാട് പേബസാർ സ്വദേശി എടപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റാഫിയും പ്രതിയും കടലിലെ പണി സംബന്ധമായ വാക്കുതർക്കത്തെ തുടർന്ന് എടപ്പള്ളി മുഹമ്മദ് റാഫിയെ കള്ളുകുപ്പികൊണ്ട് തലയിലടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. സന്ദീപ് കൊടുങ്ങല്ലൂർ, ആതിരപ്പള്ളി, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും 2 തട്ടിപ്പ് കേസിലും മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച ഒരു കേസിലും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മുഹമ്മദ് റാഫി കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും 2 അടിപിടി കേസിലും മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച 2 കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജന ശല്യമുണ്ടാക്കിയ 2 കേസിലും മറ്റൊരാളുടെ ജീവന് അപകടമുണ്ടാകുന്ന പ്രവൃത്തി ചെയ്ത കേസടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, ജൂനിയർ SI-മാരായ വൈഷ്ണവ്, ജിജീഷ്, CPO-മാരായ ജാക്സൺ, വിഷ്ണു, അജീഷ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കുറുമ്പിലാവ് കോട്ടം സ്വദേശി പാലിയം താഴത്ത് വീട്ടിൽ 38 വയസ്സുള്ള അമീറിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 11-നായിരുന്നു സംഭവം. ചിറക്കൽ വാട്ടർ ടാങ്ക് റോഡിൽ വെച്ച് യാത്രക്കാരുമായി ഓട്ടോ ഓടിച്ചു പോയിരുന്ന കുറുമ്പിലാവ് സ്വദേശി തളിയപറമ്പിൽ വീട്ടിൽ മിഥുനെ പ്രതി ഓട്ടോ തടഞ്ഞു നിർത്തി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പോലീസ് പറഞ്ഞു. അമീറിന് ചേർപ്പ്, കാട്ടൂർ, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 2 അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസിലും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും അടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI-മാരായ TN പ്രദീപൻ, സജിബാൽ, CPO-മാരായ ആരിഫ്,
സിൻഡി, CPOമാരായ രജിത്, അജിത് കുമാർ, റിൻസൺ, S. അജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചെങ്ങാലൂർ മാട്ടുമലയിലെ സ്വകാര്യ ക്രഷറിനെതിരെ പരാതിപ്പെടുന്നവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. നിബന്ധനകൾ ലംഘിച്ചാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ 2019 മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമരത്തിലാണെന്നും 5 പരിഷത്ത് പ്രവർത്തകരുടെ പേരിൽ ക്രഷർ ഉടമയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് പോലീസ് കേസ് എടുത്തതെന്നും പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞു. പരിഷത്ത് കൊടകര മേഖല പരിസരം വിഷയസമിതി കൺവീനറായ PN ഷിനോഷിനെതിരെ 2 തവണ കേസെടുത്തിരുന്നു. എന്നാൽ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട 4 പേർ ഷിനോഷിനെ ആക്രമിച്ചിട്ടും അതിനെതിരെ കേസെടുക്കുന്നതിന് പകരം ഷിനോഷിനെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ട് സമർപ്പിച്ച അന്നത്തെ പുതുക്കാട് SHO കൈക്കൂലി വാങ്ങിയ കേസിൽ സസ്പെൻഷനിലായിരുന്നുവെന്നും പരിഷത്ത് ആരോപിച്ചു. ഷിനോഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പുതുക്കാട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളിൽ നിഷ്പക്ഷരായ ഒരു സാക്ഷിയുടെ പോലും മൊഴിയെടുക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും പരിഷത്ത് ആരോപിച്ചു. നോക്കൂ, ഒരു കർഷകനെതിരെ പരാതി കൊടുക്കുകയും നിയമപരമാക്കണം, അത് നിയമലംഘനങ്ങൾ നടത്തരുത് എന്ന് സമൂഹത്തിന് വേണ്ടിയിട്ട്, സർക്കാരിന് വേണ്ടിയിട്ട്, പൊതുജീവിതത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ ഇയാള് സ്വൈര ജീവിതത്തിനും സമാധാന ജീവിതത്തിനും ഭീഷണിയാണ്. ഇവിടെ കുഞ്ഞു മക്കൾക്കാകെ അതിന് പുതുക്കാട് SHO CRPC 107 എഴുതിയപ്പോ വെച്ചിക്കണ പ്രധാനപ്പെട്ട സംഗതികൾ കുട്ടികൾക്കും പ്രായമായവർക്കും പേടി സ്വപ്നമായിരിക്കുന്നു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് അത്യാപേക്ഷിതമായതിനാൽ ടിയാനെ സ്വതന്ത്രരായി വിടുന്നത് പ്രദേശങ്ങൾ സമാധാന ലംഘനകരമായ കുറ്റകൃത്യങ്ങൾ. ഈ നിലയിലാണ് CRPC 107. ഇങ്ങനെ ഒരു തവണ CRPC 107 എടുത്തു. ആ CRPC 107 നിലനിൽക്കില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടു. അത് ഒഴിവാക്കി. അതിനുശേഷം 2ാമത് തവണയും CRPC 107 പുതുക്കാട് SHO എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ 2ാമത്തെ തവണ എടുത്തപ്പോ അത് എന്തായിരുന്നു കേസ് എന്ന് ചോദിച്ചപ്പോ ആ തവണ അവിടെ പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്തകള് നമ്മുടെ മുമ്പിലുണ്ട്. ആ തവണ പത്രങ്ങള് പ്രസിദ്ധീകരിച്ച വാർത്തകളുണ്ട്. അതായത് ഒരു വാഹനം പിറ്റിൽ വീണു, വെള്ളപ്പിറ്റിൽ വീണു. അത് പൊക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ നമ്മുടെ പ്രവർത്തകന് 4 പേർ ചേർന്ന് മർദ്ദിക്കണം. ആ മർദ്ദിച്ചത് ആ ദിവസം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെ ഈ പ്രവർത്തകൻ നമ്മുടെ PN ഷിനോഷ് എന്ന് പറഞ്ഞ ആ വ്യക്തി ക്രഷർ ഉടമേനെയും അവിടുത്തെ ജീവനക്കാരെയും അസഭ്യം വിളിച്ചു, അവർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ CRPC റിപ്പോർട്ട് ഇതിനകത്ത്. ഇത് വളരെ കൃത്യമാണ്. അതിനകത്ത് അവര് എഴുതി ചേർത്തിട്ടുള്ളത് ആവലാതിക്കാരൻ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി പാറക്കുളത്തിൽ പോയ വാഹനം എടുക്കുന്നതിന് വന്ന ക്രെയിൻ തടഞ്ഞു. സ്ഥാപനം നടത്തി വരുന്ന ആവലാതിക്കാരനെയും സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരെയും സ്ത്രീ ജീവനക്കാരെയും നോക്കാം. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ ജീവനെടുക്കുന്ന അപകടക്കുഴികൾ അടയ്ക്കണമെന്നാവശ്യം. റോഡിലെ കുഴികളിൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. മണ്ണമ്പേട്ട വൈദ്യശാല ജംഗ്ഷനിലും വെണ്ടൂർ ചുങ്കത്തിന് സമീപവുമുള്ള വളവിലും രൂപപ്പെട്ട കുഴികൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ചുങ്കത്തിനും വൈദ്യശാല ജംഗ്ഷനും ഇടയിൽ റോഡിലെ കുഴിയിൽ വീണ് മാസങ്ങൾക്ക് മുൻപ് യുവാവ് മരിച്ചിരുന്നു. അപകടക്കുഴികൾ ഉടൻ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,120 രൂപയും പവന് 72,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.